നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കാസർഗോഡ് യൂത്ത് ലീഗ് ധർണ. അവഗണന തുടർന്നാൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. എൺമകജയിലെ BJP ഭരണം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രം ഒതുങ്ങുന്നതായി ആക്ഷേപം. പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF മാർച്ച്. മണലൂറ്റ് വ്യാപകം. മുസോഡി അദീഖ തുറമുഖത്ത് കടലാക്രമണം രൂക്ഷം. പ്രസരണ നഷ്ടം കുറയ്ക്കാൻ KCB വൈദ്യുതി അളക്കുന്നു. വൈദ്യുതി ചോർച്ച തടയാൻ വിവിധ പദ്ധതികൾ. മാവിലാക്കടപ്പുറത്ത് വൻമണലെടുപ്പ്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ഇതിന്റെ ഭാഗമായി യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഉപ്പുമരച്ചോട്ടിലായിരുന്നു പരിപാടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജില്ലയോട് നിരന്തരം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വിവിധ തലങ്ങളിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. കാസർഗോഡും കേരളത്തിലാണ് എന്ന മുദ്രാവാക്യത്തോടെ സൈബർ ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട സമരം പിന്നീട് മുസ്ലിം ലീഗും പോഷക സംഘടനകളും ഏറ്റെടുക്കുകയായിരുന്നു. അതോടെ സമരത്തിന് കൂടുതൽ തീവ്രതയേറി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി ബുധനാഴ്ച യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പുമരച്ചോട്ടിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. NA ML ഉദ്ഘാടനം ചെയ്തു. ഇത് ഭീമമായ ഒരു തുക ആയതുകൊണ്ടല്ല, ഇത് സർക്കാരിന്, അത് കേരള ഇപ്പോൾ ഇതിന്റെ ചെലവ് ആര് വഹിക്കുമെന്നതിനെ കുറിച്ചൊന്നും ഒരു തീരുമാനമായിട്ടില്ല. കേരള സർക്കാർ വഹിക്കുമോ, കേന്ദ്ര സർക്കാർ വഹിക്കുമോ, ഇത് BOT അനുസരിച്ച് ഈ പദ്ധതി ആരെയെങ്കിലും ഏൽപ്പിക്കുമോ എന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ശ്രീധരനെ പോലെയുള്ള ആളുകൾ ഈ കോടി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടേണ്ട ആവശ്യവുമില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണോ ഈ പണം ചെലവഴിക്കുക, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ കമ്പനിയാണോ ഈ തുക അത്രയും ചെലവഴിക്കുക എന്നതിനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ കാസർഗോഡിനെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന ഭാരിച്ച ചെലവ് മൂലമല്ല ഈ കാസർഗോഡ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. ഇത് കാസർഗോഡിനുള്ള അവഗണനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സന്തോഷ് നഗർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ആസിഫ് സഹീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എൺമകജയിലെ BJP ഭരണം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രമുള്ളതായി ഒതുങ്ങുന്നതായി ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ച് UDFന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എൺമകജ പഞ്ചായത്തിലെ BJP ഭരണം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രമുള്ളതായി മാറുന്നതായും ഇവിടെ നടക്കുന്നത് ദുർഭരണമാണെന്നും ആരോപിച്ചായിരുന്നു UDF എൺമകജ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. നല്ലത് മാത്രം ചിന്തിക്കൂ, നല്ലത് മാത്രം ചിന്തിക്കൂ, നല്ലത് മാത്രം പ്രവർത്തിക്കൂ. മാർച്ച് DCC ಜನರಲ್ ಸೆಕ್ರೆಟರಿ JS ಸೋಮಶೇಖರ ಉದ್ಘಾಟನೆ ചെയ്തു. ಈಗಾಗಲೇ ಈ ಪಂಚಾಯತಿ ಸಂಬಂಧಪಟ್ಟಂತೆ ಕೆಲವು ವಾರ್ಡ್ಗಳನ್ನು ಕೇಂದ್ರೀಕರಿಸಿ ಈ ಫೋಕಸ್ ಮೀಟಿಂಗ್ ಎಂಬುದನ್ನು ನಡೆಸಲಾಗಿದೆ. ಆ ಫೋಕಸ್ ಮೀಟಿಂಗ್ ನಲ್ಲಿ ಬಂದಂತಹ ಯಾವುದೇ ಅಭಿಪ್ರಾಯಗಳನ್ನು ಜಾರಿಗೊಳಿಸದೆ ಕೇವಲ ಸ್ವಾರ್ಥ ರಾಜ್ಯಕ್ಕೆ ಬೇಕಾಗಿ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆಯು ಕೆಲವು ಪದ್ಧತಿಗಳನ್ನು ಜಾರಿಗೊಳಿಸಲಿಕ್ಕೆ ಪ್ರಯತ್ನಿಸ್ತಾ ಇದ್ದಾರೆ. ಉದಾಹರಣೆಗೆ ಬಂಧುಗಳೇ, ಸರಿಯಾಗಿ ಆಲೋಚನೆ ಮಾಡಿ. ಅಡಕಸ್ಥಳ ತೂಗು ಸೇತುವೆ ಎಂಬುದು ಆ ನದಿ ತೀರ ಸಂರಕ್ಷಣಾ ಕಮಿಟಿ ಒಂದು ಫಂಡ್ನಿಂದ ಹಿಂದಿನ ಶಾಸಕರು, ಅದೇ ರೀತಿ ನಮ್ಮ ಹಿಂದಿನ ಗ್ರಾಮ ಪಂಚಾಯತ್ ಆಡಳಿತದಿಂದ ಆಗಿದೆ. ಅಲ್ಲಿ ಅಡಕಸ್ಥಳದಲ್ಲಿ ತೂಗು ಸೇತುವೆ ಆಡಳಿತಾತ್ಮಕ ಅನುಮತಿ ಸಿಕ್ಕಿತು. ചടങ്ങിൽ C സഞ്ജീവ് റൈ അധ്യക്ഷത വഹിച്ചു. BS ഗംഭീര, വാർഡ് മെമ്പർ സിദ്ദിഖ് ഹാജി ഗണ്ടിഗെ, ആയിഷ, സിദ്ദിഖ് ഒളമുഗർ, ഹസൻ ഖുദ്വ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മംഗൽപാടിയിലെ മുസോഡി അദീഖ തുറമുഖത്ത് കടലാക്രമണം രൂക്ഷമായി. ഇവിടെ നിന്നും വ്യാപകമായി മണൽ കടത്തുന്നതാണ് കടലാക്രമണം രൂക്ഷമാവാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഭാഗത്ത് 10ഓളം വീടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2 കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. കടലാക്രമണ ഭീതിയെ തുടർന്ന് 8 വീട്ടുകാരും ഇവിടെ നിന്നും താമസം മാറിയിരിക്കുകയാണ്. 2 വീട്ടിലെ കുടുംബവും ഭീതിയോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഇതിൽ ഒരു വീട്ടിൽ വൃദ്ധനായ ഒരാൾ ക്യാൻസർ രോഗിയാണ്. ഇദ്ദേഹത്തിന്റെ ആവശ്യാർത്ഥം ഈ ഭാഗത്തേക്ക് ഒരു റോഡ് പണിതിരുന്നു. മണൽ മാഫിയയുടെ മണലെടുപ്പ് കാരണം ഈ റോഡും ഇപ്പോൾ പൂർണ്ണമായും തകർന്നു. മണൽ മാഫിയകളുടെ വിളയാട്ടത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ.
മഞ്ചേശ്വരം പോലീസിൽ നിരവധി പരാതികൾ നൽകിയിരുന്നുവെങ്കിലും ഇവർക്ക് നേരെ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മണലെടുക്കുന്ന കാരണമാണ് ഇത് ഈ വെള്ളം ഇങ്ങോട്ട് എത്താനുള്ള കാരണം. മണൽ രാത്രി ഫുള്ള് മണലാന്ന് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരും വരെയല്ലേ ഇവിടെ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ വരില്ല. ഒരുപാട് ദൂരം വരെ ഉണ്ടായിരുന്ന നേരത്തെ. ഇപ്പോഴാണ് ഇങ്ങനെ കടലിൽ ആക്രമണം വന്നത്. രാത്രി ഫുള്ള് മണൽ തന്നെ, മണൽ മാഫിയ തന്നെ. ഞങ്ങൾ വാഴക പോയിട്ട് വഴിയില്ല, കിടാകൾ വെച്ചിട്ട് വാഴ പോകുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന മുസോടി അദീഖ തുറമുഖത്ത് ഇനിയും മണലെടുപ്പ് തുടർന്നാൽ ബാക്കിയുള്ള കുടുംബങ്ങൾ എങ്ങോട്ട് പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. 100 മീറ്ററോളം കടലെടുത്ത ഈ പ്രദേശത്ത് നിന്നും മണൽ മാഫിയകളെ അമർച്ച ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഡാറ്റ ലോഗിംഗ് മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ പ്രസരണ നഷ്ടം കുറയ്ക്കാൻ KCB വൈദ്യുതി അളക്കുന്നു. വീടുകളിലെയും മറ്റു സ്ഥാപനങ്ങളിലെയും വൈദ്യുതി ചോർച്ച തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് KCB തുടക്കമിടുന്നത്. നഗരങ്ങളിലെ വൈദ്യുതി പ്രസരണം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് KSEB വൈദ്യുതി അളക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. 2011 കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ തുടങ്ങി 5 വർഷത്തെ കാലാവധി കഴിഞ്ഞ് ഈ മാസം 30-ന് പദ്ധതി അവസാനിക്കും. പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് 11 kV ലൈൻ മാറ്റൽ, മീറ്റർ തകരാറുകൾ പരിഹരിക്കൽ, ട്രാൻസ്ഫോമർ തകരാറുകൾ പരിഹരിക്കൽ അടക്കമുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. സബ്സ്റ്റേഷൻ, 11 kV ട്രാൻസ്ഫോമർ എന്നിവിടങ്ങളിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഡാറ്റ സ്വീകരിക്കുന്നതിന് മൊബൈൽ സിം ഉപയോഗിച്ചുള്ള മോഡവും വൈദ്യുതി വകുപ്പ് ഉപയോഗിക്കുന്നു. സെക്ഷൻ പരിധിയിലെ വീടുകളിലെ ഉപഭോഗം ബില്ലിംഗ് സോഫ്റ്റ്വെയറിലൂടെ കണ്ടെത്തും. വരുന്നതും സ്വീകരിക്കുന്നതുമായ വൈദ്യുതി ഉപഭോഗത്തിന്റെ പ്രസരണ നഷ്ടം ഇതുവഴി കണക്കാക്കാം. പദ്ധതി വരുന്നതിന് മുമ്പുള്ള അളവുമായി ഇത് താരതമ്യം ചെയ്യും. ലൈൻ മാറ്റൽ അടക്കമുള്ള പണികൾ തീർന്നാൽ പ്രസരണ നഷ്ടമുണ്ടാക്കുന്ന മീറ്റർ തകരാറുകൾ, വൈദ്യുതി മോഷണം എന്നിവ കണ്ടെത്താനാണ് KSEBയുടെ ശ്രമം. മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CPCRI കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. CPCRI കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രസിദ്ധീകരിച്ച് MLAമാർക്ക് നൽകി വരുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്ത് പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ആദ്യത്തെ അനുഭവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AA ജലീൽ അധ്യക്ഷത വഹിച്ചു. CPCRI ഡയറക്ടർ P ചൗടപ്പ മുഖ്യാതിഥിയായിരുന്നു. പൗരാവകാശ രേഖയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കമ്പാർ പദ്ധതികൾ വിശദീകരിച്ചു. പഞ്ചായത്ത് പരിധിയിൽ നിന്ന് SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും കണ്ണൂർ സർവകലാശാല BCom പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ സൗമ്യയെയും ചടങ്ങിൽ അനുമോദിച്ചു. ഹമീദ് ബല്ലൂർ, K അബ്ദുള്ള കുഞ്ഞി, സമീറ ഫൈസൽ എന്നിവർ സംസാരിച്ചു. വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറത്ത് മണലെടുക്കൽ വ്യാപകമാവുന്നു. ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറം അഴിമുഖം കേന്ദ്രീകരിച്ചും കവ്വായിക്കായലിൽ നിന്നുമാണ് അനധികൃത മണലെടുപ്പ് വ്യാപകമാകുന്നത്. ഇത്തരത്തിൽ മണലെടുപ്പ് വ്യാപകമായതോടെ ദ്വീപിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്നു. നിയമങ്ങൾ അട്ടിമറിച്ചും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയും വലിയപറമ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വ്യാപക മണലൂറ്റിനെതിരെ പ്രതിരോധിക്കുകയാണ് കടലോര ജനത. കടലിലും കായലിലും നടത്തുന്ന അനിയന്ത്രിതമായ മണലൂറ്റിന് അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ദ്വീപിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മണലൂറ്റ് തടഞ്ഞില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ. 1500 കൊല്ലമായി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് പിലിക്കോട് പഞ്ചായത്തിലൊക്കെ മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് 3500 കൊല്ലത്തേതാണ്. പടനക്കടപ്പുറത്തേതും വലിയപറമ്പ് പഞ്ചായത്തിലേതും മനുഷ്യൻ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ 3 തലമുറയിൽ കൂടുതലായോ എന്നെനിക്ക് സംശയമാണ്. തരംഗമായി ഫാഷൻ ഫ്രൂട്ട് കൃഷി. ചിമേനിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിലാണ് ഫാഷൻ ഫ്രൂട്ട് കൃഷിയിലൂടെ ലാഭം കൊയ്യുന്നത്. മുന്തിരിത്തോട്ടങ്ങളെ വെല്ലുന്ന മാതൃകയിലൊരുക്കിയ ഈ ഫാഷൻ ഫ്രൂട്ട് കൃഷി ആരെയും മുന്നേ അമ്പരപ്പിക്കാം. ഇത് ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ 1 ഏക്കറോളം വരുന്ന ഫാഷൻ ഫ്രൂട്ട് കൃഷിയാണ്.
ആധുനിക രീതിയിലാണ് കൃഷിയൊരുക്കിയതെങ്കിലും കോർപ്പറേഷൻ കൊയ്ത ലാഭം ലക്ഷങ്ങളാണ്. പൂത്തുനിൽക്കുന്ന ഫാഷൻ ഫ്രൂട്ടുകൾ കാണുന്നവർക്ക് കൗതുകമാണെങ്കിൽ ഇത് സ്കാഷുകളായാണ് വിപണിയിലെത്തുന്നത്. ചീമേനി എസ്റ്റേറ്റിലെ ഭൂമിയിൽ ഫാഷൻ ഫ്രൂട്ട് കൃഷി നടത്തി നാടുകാണി എസ്റ്റേറ്റിൽ കൊണ്ടുപോയി സ്കാഷാക്കി മാർക്കറ്റിൽ എത്തിച്ചാണ് വിപണി കീഴടക്കുന്നത്. 8 ലക്ഷം രൂപയുടെ വരുമാനമാണ് ആദ്യഘട്ടത്തിൽ ഇവർക്കു ലഭിച്ചത്. ഒരു നല്ലൊരു ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വളരെ നല്ലൊരു ഇതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഷുഗറുള്ളവർക്ക് ഷുഗർ പേഷ്യൻ്റ് ഏറ്റവും നല്ല സുഖമാണ് ഇതിൻ്റെ കായ, അതുപോലെ ഇതിൻ്റെ ഇല, മറ്റ് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാ എസ്റ്റേറ്റുകളിലും നമ്മളിപ്പം വ്യാപകമായ കൃഷി നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കാസർഗോഡ് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ GM വിനോദ് സാറ് അയാളുടെ നേതൃത്വത്തിൽ കുറച്ച് നമ്മൾ മലബാറിൽ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. അത് അടുത്ത വർഷം നമ്മൾക്ക് ഇതിൻ്റെ ഇരട്ടി നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംരംഭമാണ്. ഫാഷൻ ഫ്രൂട്ടിനൊപ്പം പപ്പായ കൃഷിയിലും പുത്തൻ പരീക്ഷണത്തിനൊരുങ്ങുകയാണ് അധികൃതർ. ഇതിനായി പരീക്ഷണാടിസ്ഥാനത്തിൽ പപ്പായ കൃഷിയും തയ്യാറായി കഴിഞ്ഞു. ആദ്യപടി എന്ന വണ്ണം ഒരുക്കിയ പപ്പായകളിൽ പ്രതീക്ഷിച്ചതിലും അധികം വിളവ് ലഭിച്ചു. കൃഷിരീതിയിൽ അധികൃതർ കാണിച്ച മാതൃക കേരളത്തിനു തന്നെ അഭിമാനമാണ്. വിജയക്കൊടി പാറിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ എസ്റ്റേറ്റുകളിലും ഇത് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. കൂടാതെ പുതിയ സംരംഭത്തിലുണ്ടായ മികച്ച നേട്ടം വൈവിധ്യങ്ങളായ മറ്റു കൃഷിരീതികൾ നടത്താനുള്ള തയ്യാറെടുപ്പിലുമാണ് അധികൃതർ. അതേസമയം പെരിയയിൽ കേന്ദ്ര സർവകലാശാല കെട്ടിടത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത വകയിൽ പകരമായി ചീമേനിൽ ലഭിച്ച 310 ഏക്കറോളം ഭൂമിയിൽ റബ്ബർ കൃഷി നടത്തിയത് നഷ്ടമായി എന്നും സൂചനയുണ്ട്. കശുമാവ് കൃഷി നടത്തിയ മണ്ണിൽ ഇവ മാറ്റിയാണ് റബ്ബർ കൃഷിക്ക് ഇറങ്ങിയത്. എന്നാൽ റബ്ബർ വിലയിടിഞ്ഞതോടെ കൃഷി നഷ്ടത്തിലായി. ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ആദ്യ ബാച്ചിലേക്കുള്ള ക്ലാസുകൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. മലബാറിലെ 145 ക്ഷേത്രകഴകങ്ങളുടെ പരിധിയിൽ വരുന്ന അംഗങ്ങളുടെ ശ്രമഫലമായാണ് ഒരു വർഷം കൊണ്ട് പെരിയയിൽ സ്ഥാപനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. 6 ബാച്ചുകളിലായിട്ടാണ് ക്ലാസുകൾ നടക്കുന്നത്. ബികോം കോർപ്പറേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BA ഇക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BBA തുടങ്ങിയ കോഴ്സുകളിലാണ് പഠനം തുടങ്ങിയിരിക്കുന്നത്. പെരിയ ആസ്ഥാനമായി 8 ഏക്കർ സ്ഥലത്ത് 60,000 സ്ക്വയർ ഫീറ്റിലാണ് കോളേജിന്റെ കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S. നായർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അനുഗ്രഹീതമായ പെരിയയിൽ വീണ്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ ഇപ്പോൾ നടക്കുന്നത്. അത് നമ്മുടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് ആഹ്വാനം ചെയ്ത് ജനമനസ്സുകളിൽ എത്തിക്കാൻ സാധിച്ച നമ്മുടെ എത്രയും ഒരു ബഹുമാന്യനായ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ തന്നെ ആരംഭിച്ച ഈ കോളേജ് എന്നും ഈ നാടിനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് മാത്രം ഞാൻ ആദ്യമായി ആശംസിച്ചു കൊള്ളട്ടെ. നമ്മുടെ നാട്ടിൽ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കറിയാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, പോളിടെക്നിക്, നവോദയ, ഹൈസ്കൂളുകൾ, അതുപോലെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പെരിയ എന്ന് പറയുമ്പോൾ തന്നെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാൽ നിറഞ്ഞ ഒരു പഞ്ചായത്താണ്. അതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്നതാണ്. ട്രസ്റ്റ് ചെയർമാൻ രാജൻ പെരിയ അധ്യക്ഷനായി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ KV ശശിധരൻ, പ്രിൻസിപ്പാൾ പ്രൊഫസർ R. സത്യനാഥൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. കൃഷ്ണൻ, ബാലകൃഷ്ണൻ KV, K. നാരായണൻ, ഉഷാചന്ദ്രൻ, K. കുമാരൻ, ഐശ്വര്യകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഇനി തലശ്ശേരിയിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് KSRTC ബസ്. ചെറുപുഴ ഭീമനടി വഴി ഓടുന്ന ബസ്സിന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പുതുതായി ഓട്ടം തുടങ്ങിയ സർക്കാർ ബസ്സിന് നർക്കിലക്കാട്, ഭീമനടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നാട്ടുകാർ സ്വീകരണം നൽകി. തലശ്ശേരിയിൽ നിന്നും രാവിലെ 8:10 പുറപ്പെടുന്ന ബസ് വൈകിട്ട് 4:45 കാഞ്ഞങ്ങാട്ട് എത്തും. ഇരട്ടി, തളിപ്പറമ്പ്, കണ്ണൂർ, ആലക്കോട്, ചെറുപുഴ, ഭീമനടി, നീലേശ്വരം വഴിയാണ് ബസ് കാഞ്ഞങ്ങാട് എത്തുന്നത്.
കാഞ്ഞങ്ങാട്ട് നിന്ന് വൈകിട്ട് 5-ന് മടക്കയാത്ര ആരംഭിക്കുന്ന ബസ് രാത്രി 8:30-ന് തലശ്ശേരിയിലെത്തും. എല്ലാ യാത്രക്കാരെ സംബന്ധിച്ചും വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഈ KSRTC സർവീസ് വിജയകരമായി നടക്കും എന്ന വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചത്. CPM വെസ്റ്റ് ഏരിയ സെക്രട്ടറി സാബു എബ്രഹാം, മലയോര മേഖലാ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ MV രാജു, കെ ജനാർദ്ദനൻ, സജിത്ത്, വ്യാപാരികളായ ഷാജി, വേണുഗോപാൽ, KP നാരായണൻ എന്നിവർ സ്വീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. CITU ഏരിയ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. സെപ്റ്റംബർ 2-ന്റെ പൊതുപണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. NG കമ്പത്ത് ഹാളിൽ നടന്ന ഏരിയ സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായ നിലപാടത്തോടാണ് നമുക്ക് ഇന്നത്തെ കൈവരിക്കാൻ സാധിച്ചത്. എന്നാൽ അതോടൊപ്പം തൊഴിലാളിയെ സംഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ തൊഴിലാളിയെ സംഘടിപ്പിച്ച് നല്ല സമരം നടത്തും, നിങ്ങളുടെ സമര സഖാവായി ഞങ്ങൾ നിൽക്കും. CITU അഖിലേന്ത്യാ സ്ഥാപക നേതാവ് വിദ്യാർത്ഥ പ്രസംഗം ഇപ്പോഴും നമ്മളെല്ലാം പറയാൻ പുതിയ വാക്കുകൾ. നിങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ നേതാക്കന്മാർ പ്രവർത്തകന്മാർക്ക് പോരാടും. ജീവൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകും. ഒരു മിനിറ്റ് പോലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. എത്ര വിശേഷം സമരം നൽകിയാൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ നോക്കൂ, 40 രൂപ കൂലി വാങ്ങുന്ന മാസപ്പുറമാക്കി അംഗനവാടി ടീച്ചർമാർ ഇപ്പോഴത്തെ ശമ്പളം 7,000 രൂപയാണ്, 10,000 ആകാൻ പോവുകയാണ്. രക്ഷപ്പെട്ടോ ആ തൊഴിലാളി? ചടങ്ങിൽ M കുഞ്ഞമ്പു അധ്യക്ഷനായി. K ബാലകൃഷ്ണൻ, K നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. P നാരായണൻ രക്തസാക്ഷി പ്രമേയവും V ശശി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. K കുഞ്ഞിക്കണ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി M കുഞ്ഞമ്പുവിനെയും സെക്രട്ടറിയായി K കുഞ്ഞിക്കണ്ണനെയും ജോയിന്റ് സെക്രട്ടറിയായി K ഉണ്ണിയെയും തെരഞ്ഞെടുത്തു. പുതിയ കോഴ്സുകളും ഓഫറുകളുമായി GTech കമ്പ്യൂട്ടർ സെന്റർ. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി 70% കിഴിവാണ് GTech വിദ്യാർത്ഥികൾക്കായി നൽകുന്നത്. ഫ്രീഡം ഓഫർ പ്രകാരം കോഴ്സ് ഫീസിന്റെ 70% ഇളവ് നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. GTech മിയ പ്രിവിലേജ് കാർഡ് ഉപയോഗിച്ച് കേരളത്തിലുടനീളം 10,000-ലധികം ഷോപ്പുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും 3% മുതൽ 20% വരെ ഇളവിൽ ഷോപ്പിംഗും നടത്താവുന്നതാണ്. പരിപാടിയുടെ ഉദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. നഗരത്തിലെ ചെറുപ്പക്കാരുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ഒരു പേരായി GTech മാറിയിട്ടുണ്ട് എന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഹൗസ് ഹോൾഡ് വേർഡായി മാറിയിരിക്കുകയാണ്. കാസർഗോഡ് എല്ലാ വീടുകളിലെയും രക്ഷാകർത്താക്കൾക്ക് GTech എഡ്യൂക്കേഷനെ കുറിച്ച് അറിയാം. എന്തുകൊണ്ടാണ്? അത്രമാത്രം വളരെ ജാഗ്രതയോടുകൂടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട മാനേജ്മെൻറ്റിന് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങളുടെ രക്ഷാകർത്താക്കൾ നിങ്ങളെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചത്. അനിൽകുമാർ, ദീപക് ദേവദാസ്, NP ശില്പ എന്നിവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കാസർഗോഡ് യൂത്ത് ലീഗ് ധർണ. അവഗണന തുടർന്നാൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. എൺമകജയിലെ BJP ഭരണം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രം ഒതുങ്ങുന്നതായി ആക്ഷേപം. പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF മാർച്ച്. മണലൂറ്റ് വ്യാപകം. മുസോഡി അദീഖ തുറമുഖത്ത് കടലാക്രമണം രൂക്ഷം. പ്രസരണ നഷ്ടം കുറയ്ക്കാൻ KSEB വൈദ്യുതി അളക്കുന്നു. വൈദ്യുതി ചോർച്ച തടയാൻ വിവിധ പദ്ധതികൾ. മാവിലാക്കടപ്പുറത്ത് വൻമണലെടുപ്പ്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.